ബഹുമാനായ യോഗ അധ്യക്ഷൻ, കേരളത്തിൻ്റെ ഗതാഗത മന്ത്രി ശ്രീ ആന്റണി രാജു, വേദിയിലുള്ള ബഹുമാനരായ മന്ത്രിമാർ ശ്രീ കെ രാജൻ, ശ്രീ എം പി രാജേഷ്, വട്ടിയൂർക്കാവിൻ്റെ പ്രിയങ്കരനായ ജനകീയ MLA, ഈ നാടിൻ്റെ വികസന സ്വപ്നങ്ങൾക്ക് ചിറക് നൽകിക്കൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട പ്രശാന്ത്, മറ്റ് ജനപ്രതിനിധികൾ, സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, നവ കേരള സദസ്സ് ലോക ജനാധിപത്യത്തിലെ തന്നെ ഒരു പുതിയ അനുഭവമാണ്. തെരഞ്ഞെടുക്കപ്പെട്ട ഒരു സർക്കാർ തെരഞ്ഞെടുത്ത ജനങ്ങളുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. കഴിഞ്ഞ 35 ദിവസം, 36 ഒരു ദിവസം കാനത്തിന്റെ അകാല വിയോഗം മൂലം മാറ്റിവെച്ചു. 136 മണ്ഡലങ്ങൾ, 4 മണ്ഡലങ്ങൾ ഇനി ജനുവരി 1, 2 തീയതികളിൽ പൂർത്തീകരിക്കാനുണ്ട്. ഈ 136 മണ്ഡലങ്ങളിലും മന്ത്രിസഭ ചെന്നു. രാവിലെ പ്രഭാത യോഗങ്ങളിൽ ആ മണ്ഡലത്തിന്റെ ഒരു പരിച്ഛേദം, സമൂഹത്തിന്റെ പരിച്ഛേദം എല്ലാ വിഭാഗത്തിൻ്റെയും പ്രതിനിധികളുമായി ഞങ്ങൾ ആശയവിനിമയം നടത്തി. ചിലർ പറഞ്ഞു ഇത് പൗരപ്രമുഖർ എന്ന് പറഞ്ഞാൽ ആ മേഖലയിൽ എത്ര വരുമാനമുള്ള ആളുകളാണ്, സമ്പന്നരാണ്, അവരുമായി മാത്രമാണ് കാണുന്നത് എന്നൊക്കെയുള്ള പ്രചാരവേലകളുണ്ടായി. എന്നാൽ ഞങ്ങൾ കണ്ട പൗരപ്രമുഖർ ഞങ്ങളുടെ കാഴ്ചപ്പാടിലെ പൗരപ്രമുഖരാണ്. ആ പൗരപ്രമുഖരിൽ ആദിവാസി ഊരുമുപ്പത്തിയുണ്ട്. SC വിഭാഗത്തിൽ നിന്ന് സർക്കാരിന്റെ പിന്തുണയോടുകൂടി ഉയരങ്ങൾ താണ്ടിയവരുണ്ട്. ഗാർഹിക തൊഴിലാളികളുണ്ട്, ഹരിതകർമ്മസേന അംഗങ്ങളുണ്ട്, കുടുംബശ്രീ പ്രവർത്തകരുണ്ട്, വിദ്യാഭ്യാസ മേഖലയ്ക്കകത്ത് പ്രവർത്തിക്കുന്ന വിദഗ്ധരുണ്ട്, ഗവേഷണ വിദ്യാർത്ഥികളുണ്ട്, വിവിധ മത മേഖലയ്ക്കകത്തുള്ള പുരോഹിതന്മാർ, മതമേധാവികൾ, സാമുദായിക സംഘടനാ പ്രതിനിധികൾ, സാംസ്കാരിക മേഖലയുടെയും കായിക മേഖലയുടെയും പ്രതിനിധികൾ. ഇങ്ങനെ ഒരു സമൂഹത്തിൽ എന്തെല്ലാം വിഭാഗങ്ങളുണ്ടോ ആ വിഭാഗങ്ങളുടെ എല്ലാം പ്രതിനിധികളുമായിട്ടുള്ള ആശയവിനിമയം. സർക്കാർ എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? എന്താണ് കേരളം ഇതുവരെ നേടിയിട്ടുള്ളത്? ഭാവി കേരളം, നവകേരളം കെട്ടിപ്പടുക്കുന്നതിൽ ഞങ്ങളുടെ കാഴ്ചപ്പാടുകൾ പ്രായോഗികമാക്കുന്നതിൽ തടസ്സങ്ങൾ എന്തൊക്കെയാണ്? ഈ 3 കാര്യങ്ങളാണ് നവകേരള സദസ്സ് പ്രധാനമായും പ്രഭാത യോഗങ്ങളിലായാലും മണ്ഡലങ്ങൾക്കകത്തുള്ള നവകേരള സദസ്സുകളിലായാലും ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്, ചർച്ച ചെയ്ത് പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ഞങ്ങളിതൊരു രാഷ്ട്രീയ പാർട്ടിയുടെ പരിപാടിയായി കണ്ടിട്ടേയില്ല. ഇതൊരു മുന്നണിയുടെ പരിപാടിയല്ല. സർക്കാർ LDF എന്ന് പറയും, ചിലപ്പോൾ UDF സർക്കാരായിരിക്കാം, BJP സർക്കാർ ഉണ്ടായിരിക്കാം. ജനാധിപത്യത്തിൽ തെരഞ്ഞെടുപ്പുകൾ വരെയാണ് കക്ഷി രാഷ്ട്രീയത്തിന്റെ അതിർവരമ്പുകൾ. തെരഞ്ഞെടുക്കപ്പെട്ട സർക്കാർ എല്ലാവരുടെയും സർക്കാരാണ്. കേരളത്തിൽ ഒരേ ഒരു സർക്കാരേയുള്ളൂ. UDFന് മറ്റൊരു സർക്കാരില്ല, BJPക്ക് വേറൊരു സർക്കാരില്ല. LDF ഒരിക്കലും അധികാരത്തിൽ വരരുത് എന്നാഗ്രഹിച്ച് കഷ്ടപ്പെട്ട് പ്രവർത്തിച്ചവർക്കും ഒരു സർക്കാർ മാത്രമേ കേരളത്തിലുള്ളൂ. ആ സർക്കാർ ജനങ്ങൾ ചരിത്രം സൃഷ്ടിച്ചുകൊണ്ട് വീണ്ടും അധികാരത്തിലേക്ക് കൊണ്ടുവന്ന സഖാവ് പിണറായി വിജയൻ നയിക്കുന്ന ഈ സർക്കാർ മാത്രമാണ്. ഈ സർക്കാർ ഒരു ചരിത്രം സൃഷ്ടിച്ചുകൊണ്ടാണ് അധികാരത്തിലേക്ക് വന്നത്. കേരളത്തിന്റെ ചരിത്രത്തിൽ ഇതിനു മുൻപൊരിക്കലും ഒരു മുഖ്യമന്ത്രി കാലാവധി പൂർത്തീകരിച്ചതിന് ശേഷം തെരഞ്ഞെടുപ്പിൽ ജനങ്ങളെ അഭിമുഖീകരിച്ച് വീണ്ടും ഭൂരിപക്ഷം നേടി മുഖ്യമന്ത്രിയായ ചരിത്രമേ ഉണ്ടായിരുന്നില്ല. ആ ചരിത്രത്തെ ഭേദിച്ചുകൊണ്ട് മുഖ്യമന്ത്രിയായിരിക്കെ താൻ നയിച്ച സർക്കാരിന് കൂടുതൽ പിന്തുണയും കൂടുതൽ സീറ്റും നേടിക്കൊണ്ട് വീണ്ടും മുഖ്യമന്ത്രിയായ ആളാണ് സഖാവ് പിണറായി വിജയൻ, കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി. അത് ചിലര് പറഞ്ഞു കിറ്റ് കൊടുത്തിട്ടാണ്, ചിലര് പറഞ്ഞു ജനങ്ങൾക്ക് അബദ്ധം പറ്റിയതാണ്.
കേരളത്തിലെ ജനങ്ങളെ അത്ര ചെറുതായി നമ്മൾ കാണാൻ പാടില്ല. ജനങ്ങൾ നിലപാടുകൾ സ്വീകരിക്കുന്നത് ജീവിതാനുഭവങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. മനുഷ്യനെ മൃഗത്തിൽ നിന്ന് വേർതിരിക്കുന്നത് തിരിച്ചറിവ് കൊണ്ട് എന്നതാണ്. ആ തിരിച്ചറിവുകൾ അനുഭവത്തിൽ നിന്നാണ് വരുന്നത്. ആ തിരിച്ചറിവ് നിലപാടിലേക്ക് എത്തും. നിലപാട് രാഷ്ട്രീയമായി വികസിക്കും. ആ വികാസം തെരഞ്ഞെടുപ്പിൽ വോട്ടായി പ്രതിഫലിക്കും. അതാണ് ഓരോ ഘട്ടത്തിലും തെരഞ്ഞെടുപ്പുകൾക്കകത്ത് ആരാണ് ഭരിക്കേണ്ടത്, ആരാണ് തങ്ങളെ നയിക്കേണ്ടത് എന്ന നിലപാടിലേക്ക് ജനങ്ങൾ എത്തിക്കുന്നത്. കഴിഞ്ഞ തവണ കേരളത്തിലെ ജനങ്ങൾ അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ തീരുമാനിച്ചു ഒരു തുടർച്ചയുണ്ടാകണം. ഇന്ന് രാവിലെ പ്രഭാതയോഗത്തിൽ മലയാളത്തിന്റെ പ്രിയങ്കരനായ കവിയും ഗാനമെഴുത്തുകാരനുമായ ശ്രീകുമാരൻ തമ്പി പറഞ്ഞു, എങ്ങനെയാണ് പിണറായി വിജയൻ എന്ന വ്യക്തി ചരിത്രം സൃഷ്ടിച്ച് വീണ്ടും മുഖ്യമന്ത്രിയായത്? അദ്ദേഹം പറഞ്ഞു, നന്മകൾ ചെയ്തത് കൊണ്ട് മാത്രം. ഞങ്ങളല്ല, ശ്രീകുമാരൻ തമ്പി എന്ന മഹാനായ കവി, നമ്മുടെ മലയാളികളുടെ പ്രിയപ്പെട്ടയാൾ ഇന്ന് രാവിലെ പ്രഭാതയോഗത്തിൽ പറയുക, നന്മകൾ ചെയ്തത് കൊണ്ട് മാത്രം. പ്രഭാതയോഗത്തിൽ പങ്കെടുക്കുന്ന എല്ലാവരും ഈ സർക്കാരുമായി കാഴ്ചപ്പാടുകൾ മുന്നോട്ട് വയ്ക്കുന്നു. അപ്പോ ഇന്ന് രാവിലത്തെ പ്രഭാതയോഗത്തിൽ നെയ്യാറ്റിങ്കര ബിഷപ്പ് ശ്രീ വിൻസെന്റ് സാമുവൽ പങ്കെടുത്തു. ഇന്നലത്തെ യോഗത്തിൽ അദ്ദേഹം പങ്കെടുത്തപ്പോ അദ്ദേഹം ചില കാര്യങ്ങൾ പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, ഇത് ഏറ്റവും നല്ല കാര്യമാണ്. ജനങ്ങളുടെ അടുത്തേക്ക് വരുന്നു, ജനങ്ങളെ കേൾക്കുന്നു. ഞങ്ങൾക്ക് ചില കാര്യങ്ങളിൽ ചില അഭിപ്രായങ്ങളുണ്ട്. എന്നാൽ ഡയലോഗ് വഴിയാണ് ഏത് പ്രശ്നത്തിനും പരിഹാരം കാണാൻ കഴിയുക. ആ ഡയലോഗിന്റെ, ആ ചർച്ചയുടെ ഒരു വേദിക്ക് ഈ മുഖ്യമന്ത്രിയും മന്ത്രിസഭയും നേതൃത്വം നൽകുന്നു. അതിന് ഞാൻ മുഖ്യമന്ത്രിയെയും മന്ത്രിസഭയെയും അഭിനന്ദിക്കുന്നു. നെയ്യാറ്റിങ്കര ബിഷപ്പ് സാധാരണ പ്രഭാത യോഗങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി അഭിപ്രായം പ്രകടിപ്പിച്ചതിന് ശേഷം അദ്ദേഹം കരുതിക്കൊണ്ടുവന്ന ഷോൾ എടുത്തു പറഞ്ഞു, എനിക്ക് മുഖ്യമന്ത്രിയെ ഒരു ഷോൾ അണിയിക്കണം. സാധാരണ പ്രഭാത യോഗങ്ങളിൽ അത്തരം ചടങ്ങുകളില്ല. മുഖ്യമന്ത്രിയുടെ അതിഹ്രസ്വമായ ഒരു ആമുഖ പ്രസംഗം, ചിലപ്പോൾ അതും ഒഴിവാക്കും. കൂടുതൽ മണ്ഡലങ്ങളിൽ നിന്നുള്ള ആളുകൾ ഉണ്ടെങ്കിൽ അവർക്ക് സംസാരിക്കാൻ കൂടുതൽ സമയം വേണമല്ലോ എന്ന് കരുതി മുഖ്യമന്ത്രി ചില സന്ദർഭങ്ങളിൽ ആമുഖ പ്രഭാഷണവും ഒഴിവാക്കിയിട്ടുണ്ട്. പിന്നെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തും, അവസാനം മുഖ്യമന്ത്രി പ്രതികരിക്കും. അല്ലാതെയുള്ള സ്വീകരണം, ആദരവ് പ്രകടിപ്പിക്കൽ, ഇത് ആ ഭാഗത്തുള്ള കാര്യമല്ല. എന്നാൽ നെയ്യാറ്റിങ്കര ബിഷപ്പ് പറഞ്ഞു, എനിക്ക് ഈ ഗവൺമെന്റിനെ, മുഖ്യമന്ത്രിയെ സ്വീകരിക്കേണ്ടതുണ്ട് എന്ന് പറഞ്ഞ് അദ്ദേഹം അവിടെ വെച്ച് ഷോൾ എടുത്ത് മുഖ്യമന്ത്രി അണിയിച്ചു. അവസാന ദിവസങ്ങളിൽ എത്തുമ്പോഴും എല്ലാ വിഭാഗവും അവിടേക്ക് വരികയാണ്. ഞങ്ങളുടെ പ്രഭാത സദസ്സിനകത്ത് പങ്കെടുത്ത ഒരു പെൺകുട്ടി പറഞ്ഞു, എനിക്ക് പൈലറ്റ് ആകണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. ഞാൻ SC വിഭാഗത്തിൽപ്പെട്ട കുട്ടിയാണ്. ആ സ്വപ്നം ഒരിക്കലും സാക്ഷാത്കരിക്കപ്പെടാൻ കഴിയില്ല എന്ന് കരുതി, എന്റെ സ്വപ്നങ്ങൾക്ക് ഒരിക്കലും ചിറക് ലഭിക്കില്ല എന്ന് തന്നെയാണ് ഞാൻ കരുതിയിരുന്നത്. എന്നാൽ ഈ സർക്കാർ എന്നെ ചേർത്ത് പിടിച്ചു. എന്നെ മാത്രമല്ല, എന്നെ പോലെയുള്ള 5 പേരെ SC വിഭാഗത്തിൽപ്പെട്ടവർക്ക് 35 ലക്ഷം രൂപ ചെലവഴിച്ചുകൊണ്ട് പൈലറ്റ് ട്രെയിനിങ്ങിന് ആവശ്യമായ എല്ലാ സൗകര്യവും നൽകി. ഞാൻ ഈ പ്രഭാത യോഗത്തിൽ പങ്കെടുക്കുന്നത് അഭിമാനത്തോടെ പൈലറ്റ് ലൈസൻസ് നേടിയിട്ടുള്ള ആദ്യത്തെ SC പെൺകുട്ടിയായിട്ടാണ് എന്ന് സങ്കീർത്തന പ്രഭാത യോഗത്തിൽ പറയുന്നു. ഇന്ത്യയിൽ എവിടെയെങ്കിലും നിങ്ങൾക്ക് ഇത് കാണാൻ കഴിയുമോ? ചിലർ പറയുന്ന ഈ കേരളം കുഴപ്പമാണ് എന്ന് പ്രചരിപ്പിക്കുന്ന ആളുകൾ പറയേണ്ട, മനസ്സിലാക്കേണ്ട കാര്യങ്ങളുണ്ട്. ഇന്ത്യയിൽ എവിടെയെങ്കിലും SC വിഭാഗത്തിൽപ്പെട്ട ഒരു പെൺകുട്ടിക്ക് പൈലറ്റ് ആകണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ആ കുട്ടിയെ ചേർത്ത് പിടിച്ച് എല്ലാ പിന്തുണയും നൽകി, സ്വപ്നങ്ങൾക്ക് ചിറക് നൽകി ജീവിതത്തെ ഔന്നത്യത്തിലേക്ക് എത്തിക്കാൻ കഴിയുമോ? കഴിയുന്ന ഇന്ത്യയിലെ ഏക ഇടത്തിന്റെ പേരാണ് കേരളം. ഇന്നലെ മുഖ്യമന്ത്രിയുടെ മറുപടി പ്രസംഗത്തിലേക്ക് എത്തുകയാണ്. ഇപ്പോ ഒരു 10:10 ആവുമ്പോഴേക്കും പ്രഭാത യോഗത്തിലെ ചർച്ചകൾ തീരും. 15-20 മിനിറ്റ് മുഖ്യമന്ത്രി പ്രതികരിക്കും. കൃത്യം 10:30 അത് അവസാനിക്കും. അപ്പൊ പുറകിൽ നിന്ന് ഒരു പ്രായമുള്ള സ്ത്രീ എഴുന്നേറ്റു.
അവര് പറഞ്ഞു, ഞാൻ ചിലത് പറയാനാണ് വന്നിട്ടുള്ളത്, എനിക്ക് സമയം നൽകണം. ഉദ്യോഗസ്ഥരൊന്ന് അത് വേണോ എന്ന മട്ടി നിന്നു. വീണ്ടും അവർ പറഞ്ഞു, എനിക്ക് പറയാനുണ്ട്. അപ്പൊ മുഖ്യമന്ത്രി പറഞ്ഞു, അവർക്ക് മൈക്ക് കൊടുക്കൂ. അവര് മൈക്ക് വാങ്ങി. അവരെഴുന്നേറ്റുമെന്ന് കൊണ്ട് പറഞ്ഞു, ഞാൻ ആദിവാസി ഊരിലെ മൂപ്പത്തിയാണ്. ഒരു മൂപ്പത്തിയാണ്. ഒരു മൂപ്പത്തിയായി ഞാൻ ഇവിടെ രാവിലെ വന്നത് ചില കാര്യങ്ങൾ പറയാനാണ്. എന്റെ സമുദായത്തിൽപ്പെട്ട ആദിവാസി വിഭാഗത്തിൽപ്പെട്ട 600 പേരെ വനം വകുപ്പിനകത്ത് നിയമിച്ച് സർക്കാർ ഉദ്യോഗസ്ഥന്മാരാക്കി തീർത്ത ഈ ഗവൺമെന്റിനും മുഖ്യമന്ത്രിക്കും നന്ദി പറയാതെ ഞാൻ എങ്ങനെ ഈ യോഗത്തിൽ നിന്ന് തിരിച്ചു പോകും? എല്ലാവരും വിചാരിച്ചു ഇവരെന്തോ പ്രശ്നം പറയാനാ പോകുന്നത്. ജീവിതാനുഭവങ്ങൾ. അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. രാഷ്ട്രീയ നിലപാടുകൾ രൂപം കൊള്ളുന്നത് മഴ പെയ്യുമ്പോൾ പൊട്ടിമുളയ്ക്കുന്ന കൂണ് പോലെയല്ല. ശൂന്യതയിൽ നിന്നല്ല രാഷ്ട്രീയം രൂപം കൊള്ളുന്നത്. മനുഷ്യന്റെ ജീവിതാനുഭവങ്ങൾ, ആ ജീവിതാനുഭവങ്ങൾ അവനെ തിരിച്ചറിവിലേക്ക് നയിക്കും. ആ തിരിച്ചറിവ് രാഷ്ട്രീയമായി വികസിക്കും. ആ വികാസമാണ് ഈ ഗവൺമെന്റിനെ ചേർത്ത് പിടിക്കുന്ന ജനങ്ങളുടെ വികാരങ്ങളിൽ പ്രതിഫലിച്ചുകൊണ്ടേയിരിക്കുന്നത്. ഞങ്ങളുടെ ഈ യാത്രയുണ്ടല്ലോ, 136 മണ്ഡലങ്ങളിൽ ഞങ്ങൾ നടത്തിയ നവകേരള സദസ്സുണ്ടല്ലോ. ഞങ്ങൾ വിദ്യാർത്ഥികളായിരുന്നു. ഞങ്ങളെ തെരഞ്ഞെടുത്ത ജനങ്ങളുടെ അടുത്തേക്ക് പോയത് ഞങ്ങൾക്ക് പഠിക്കാൻ വേണ്ടിയാണ്. ഞങ്ങൾ ജനങ്ങളിൽ നിന്ന് പഠിക്കുന്നു, ജനങ്ങളിൽ നിന്ന് കാര്യങ്ങൾ മനസ്സിലാക്കുന്നു. ഞങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നു. അവരിലേക്ക് കാര്യങ്ങൾ എത്തി അവരെയും ഒപ്പം ചേർത്ത് നവകേരള സൃഷ്ടിയിലേക്ക് പോകുന്നു. ഇവനെന്തിനാ പ്രതിപക്ഷം ബഹിഷ്കരിച്ചത്? യഥാർത്ഥത്തിൽ പ്രതിപക്ഷം കൂടി ചേരുന്ന, ഞാൻ പറഞ്ഞല്ലോ, സർക്കാർ എല്ലാവരുടേതുമാണ്. ഒരു പാർട്ടിയുടേത് മാത്രമല്ല, ഒരു മുന്നണിയുടേത് മാത്രമല്ല, എല്ലാ ജനങ്ങളുടേതുമാണ് സർക്കാർ. ഞങ്ങൾ കണ്ടത് MLA മാർ, അധ്യക്ഷന്മാർ. ഇപ്പൊ പറവൂർ മണ്ഡലമാണ് നിങ്ങൾ നോക്കൂ, അല്ലെങ്കിൽ ഹരിപ്പാട് മണ്ഡലം. അവിടെ അധ്യക്ഷനായി പ്രതിപക്ഷ മേധാവി ഇരിക്കുന്നു. ഞങ്ങൾ മന്ത്രിമാർ സ്റ്റേജിൽ നിരന്നിരിക്കുന്നു. 10,000-കണക്കിന് ജനങ്ങൾ. ഞങ്ങളെ നിങ്ങൾക്ക് വിചാരണ ചെയ്യാമല്ലോ. ഞങ്ങളെ നിങ്ങൾ വിചാരണ ചെയ്യൂ എന്ന് തന്നെ ഞങ്ങൾ പറഞ്ഞല്ലോ. ഞങ്ങൾ ഈ നവകേരള സദസ്സ് സംഘടിപ്പിച്ചത് സ്തുതിഗീതങ്ങൾ കേട്ട് ആത്മരതിയിലേക്ക് പോകാനല്ല. ഞങ്ങൾ വിമർശനങ്ങൾ അത് കേൾക്കാൻ, എന്താണ് ഞങ്ങളുടെ കുറവുകൾ എന്ന് മനസ്സിലാക്കാൻ, എന്താണ് ഞങ്ങൾ ചെയ്യുന്നത് അത് നിങ്ങളിലേക്ക് എത്തിക്കാൻ. അതാണ് നവകേരള സദസ്സിന്റെ ലക്ഷ്യമെന്നുള്ളത്. എന്തിന് നിങ്ങളത് ബഹിഷ്കരിച്ചു? നവകേരള സദസ്സ് ചർച്ച ചെയ്യുന്ന ഏത് പ്രശ്നത്തോടാണ് നിങ്ങൾക്ക് വിയോജിപ്പ്? ജനാധിപത്യത്തിൽ ഒരു സമരത്തിലേക്ക് പോകുമ്പോൾ പ്രാഥമികമായി 3 കാര്യങ്ങൾ ചെയ്യണം. 1, എന്തിനു വേണ്ടിയാണ് സമരം? 2, എങ്ങനെയാണ് സമരം? അതിന്റെ രൂപം എന്താണ്? 3, എപ്പോഴാണ് സമരം? ഒരു ദിവസം പലതവണ പത്രസമ്മേളനം നടത്തുന്ന പ്രതിപക്ഷ മേധാവ് ഏതെങ്കിലും ഘട്ടത്തിൽ പറഞ്ഞിട്ടുണ്ടോ കരിങ്കൊടി പ്രകടനം, ആക്രമണം പറഞ്ഞിട്ടുണ്ടോ? ഞാൻ അതിന്റെ എല്ലാ വശങ്ങളിലേക്കും പോകുമില്ല. ഇന്ന് തിരുവനന്തപുരത്ത് നടന്നല്ലോ, മിനിഞ്ഞാൻ നടന്നല്ലോ, അതിന്റെ തലേ ദിവസം നടന്നല്ലോ. നിങ്ങൾ ബഹിഷ്കരിക്കുന്നു, നിങ്ങൾ ഉൾക്കൊള്ളാൻ ശ്രമിക്കുന്നു. നിങ്ങൾ അതിലേക്ക് വരുന്നില്ല, നിങ്ങൾ ബഹിഷ്കരിക്കുന്നു. യഥാർത്ഥത്തിൽ നിങ്ങളുടെ ബഹിഷ്കരണത്തിനൊപ്പം ആളുകൾ ഉണ്ടായോ? നിങ്ങൾ അതിന് ശേഷം പറഞ്ഞു വിചാരണ സദസ്സ് നടത്തും. എത്ര സ്ഥലത്ത് നിങ്ങൾക്ക് നടത്താൻ കഴിഞ്ഞു? നിങ്ങൾക്ക് വിചാരണ നടത്താൻ ഞങ്ങൾ ഒരു സദസ്സ് ഒരുക്കി നൽകിയുള്ളൂ. ആ സദസ്സിനെ നിങ്ങൾ ഒഴിവാക്കി. നിങ്ങളൊരു വിചാരണ സദസ്സ് സംഘടിപ്പിക്കാൻ തീരുമാനിച്ചു. സ്വാഭാവിക മരണത്തിലേക്ക് പോയില്ലേ? നിങ്ങളുടെ കൂടെ നിൽക്കുന്നവരെ നിങ്ങൾക്ക് ബോധ്യപ്പെടുത്താൻ പറ്റിയോ രാഷ്ട്രീയമായി? നവകേരള സദസ്സുമായി സഹകരിക്കരുത് എന്ന് തങ്ങൾ നേതൃത്വം നൽകുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളോട് അഭ്യർത്ഥിച്ചു. പ്രതിപക്ഷ മേധാവിന്റെ മണ്ഡലത്തിലെ മുനിസിപ്പാലിറ്റി, അദ്ദേഹത്തിന്റെ പാർട്ടി നയിക്കുന്ന മുനിസിപ്പാലിറ്റി ഏകകണ്ഠമായി സഹകരിക്കാൻ പറഞ്ഞു. ആ മുനിസിപ്പൽ കൗൺസിൽ ഏകകണ്ഠമായി തീരുമാനത്തിലേക്ക് എത്തുന്നതിന് മുൻപ് അദ്ദേഹത്തിന്റെ പാർട്ടിയുടെ ആള് ചെയർമാനായ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ഏകകണ്ഠമായി നവകേരള സദസ്സിനോട് സഹകരിക്കണമെന്ന് തീരുമാനിച്ചു. ആ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ തീരുമാനം മുനിസിപ്പൽ കൗൺസിൽ ഏകകണ്ഠമായി അംഗീകരിച്ചു.
നിങ്ങൾക്ക് നിങ്ങളുടെ മണ്ഡലത്തിലെ മുനിസിപ്പാലിറ്റിയെ നിങ്ങളെടുത്ത രാഷ്ട്രീയ തീരുമാനം ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞോ? പിന്നെ ലജ്ജാകരമായ കാഴ്ചയ്ക്ക് കേരളം സാക്ഷ്യം വഹിക്കേണ്ടി വന്നില്ലേ? പത്രസമ്മേളനം നടത്തി തന്റെ പാർട്ടിയുടെ മുനിസിപ്പൽ ചെയർമാനോട് ഈ തീരുമാനം മാറ്റിയില്ലെങ്കിൽ നിങ്ങൾക്ക് സ്ഥാനം നഷ്ടപ്പെടുമെന്ന് പരസ്യമായി ഭീഷണിപ്പെടുത്തുന്ന ലജ്ജാകരമായ കാഴ്ച നമ്മൾ കേരളത്തിൽ കണ്ടില്ലേ? നിങ്ങൾ പ്രതിഷേധം സംഘടിപ്പിച്ചു. മലപ്പുറത്ത് മുസ്ലിം ലീഗിന്റെ ജനറൽ സെക്രട്ടറി ശ്രീ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു ഇവിടെ പ്രതിഷേധമില്ല. പിന്നെ നിങ്ങൾ മുന്നണിയുടെ കെട്ടുറപ്പിനെ ബാധിക്കുമെന്ന് പറഞ്ഞപ്പോ പിറ്റേ ദിവസം തിരുത്തി എന്നത് യാഥാർത്ഥ്യം. നിങ്ങളുടെ പാർട്ടിക്കകത്തുള്ളവരെ നിങ്ങൾക്ക് ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞോ? കാസർഗോഡ് മുതൽ ഇപ്പൊ തിരുവനന്തപുരം വരെയുള്ള നവകേരള സദസ്സിന്റെ ഭാഗമായ പ്രഭാത യോഗങ്ങളിൽ കോൺഗ്രസിന്റെ എത്രയോ സമുന്നതരായ നേതാക്കന്മാർ പങ്കെടുത്തു. നിങ്ങളുടെ രാഷ്ട്രീയ തീരുമാനം അവരെ ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞോ? ഇപ്പോ തിരുവനന്തപുരത്ത് നടന്ന ഈ സംഭവങ്ങളില്ലേ, അവിടെ മുസ്ലിം ലീഗിനെ നിങ്ങൾ കണ്ടോ? മുസ്ലിം ലീഗുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും സംഘടനയെ കണ്ടോ? നിങ്ങൾ തിരുവനന്തപുരത്ത് കലാപം നടത്തുമ്പോ മുസ്ലിം ലീഗിന്റെ നേതാവ്, പ്രവാസി ലീഗിന്റെ നേതാവ് കലാപ്രേമി ബഷീർ രാവിലെ പ്രഭാത യോഗത്തിൽ പങ്കെടുക്കുന്നു. നിങ്ങൾ ജനങ്ങളിൽ നിന്ന് ഒറ്റപ്പെട്ടു. പ്രതിപക്ഷ നേതാവിന്റെ അപക്വമായ തീരുമാനം, ഈ നാടിന്റെ താല്പര്യത്തിനെതിരായ തീരുമാനം, അതിന്റെ ഭാഗമായി ഒറ്റപ്പെട്ടു പോയ ആളുകൾ കലാപത്തിന്റെ മാർഗം സ്വീകരിക്കുന്നു. നവകേരള സദസ്സ് എല്ലാവരെയും ചേർത്ത് പിടിക്കുന്നു. സർക്കാർ കക്ഷിരാഷ്ട്രീയത്തിന് അതീതമായി ജനങ്ങളിലേക്ക് വികസിക്കുന്നു. പ്രതിപക്ഷം തങ്ങളിലേക്ക് ചുരുങ്ങുന്നു. അവരിൽ നിന്ന് പോലും ചുരുങ്ങിക്കൊണ്ടേയിരിക്കുന്നു. ഇന്ന് രാവിലെ സംഭവിച്ച കണ്ടില്ലേ? ഞാനത് വന്നപ്പോ തന്നെ മലയാള മനോരമ നോക്കി. ആദ്യം വാർത്ത ചിലപ്പോ എഡിറ്ററുടെ കൈയില്ലാതെ വരില്ലോ. മലയാള മനോരമയുടെ ഓൺലൈൻ നടക്കുമ്പോ വന്ന വാർത്ത, PD സതീശൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കെയാണ് കോൺഗ്രസ് പ്രവർത്തകർ കല്ലേറ് നടത്തിയത്. ഇതോടെ K സുധാകരനും MM ഹസനും ഉൾപ്പെടെയുള്ള നേതാക്കളെ വാഹനത്തിൽ കയറ്റി സ്ഥലത്തിൽ നിന്ന് മാറ്റി. പോലീസ് കണ്ണീർ വാതകം പ്രയോഗിച്ചതോടെ മുതിർന്ന നേതാക്കൾക്ക് ദേഹാസ്വസ്ഥ്യം അനുഭവപ്പെട്ടു. മാർച്ചിനെ തന്നെ നവകേരള സദസ്സിന്റെ ബാനറുകൾ വ്യാപകമായി നശിപ്പിച്ച പ്രവർത്തകർ പോലീസിന് നേരെ കല്ലെറിഞ്ഞു. പ്രവർത്തകർ അക്രമാസക്തരായതോടെ പിരിച്ചുവിടാൻ പോലീസ് ജലപീരങ്കിയും കണ്ണീർ വാതകവും പ്രയോഗിച്ചു. മലയാള മനോരമയാണ്, ആദ്യം വന്ന വാർത്തയാണ്. ഞാൻ TV നോക്കിക്കഴിഞ്ഞപ്പോൾ കാണിക്കുന്നുണ്ട്, വനിതാ പ്രവർത്തകരും കല്ലെറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. റിപ്പോർട്ടർ. അപ്പൊ അവിടെ നിന്ന് ആങ്കർ, ഒരു പ്രകോപനവും ഇല്ലാതെയാണല്ലോ ജലപീരങ്കി പ്രതിപക്ഷ നേതാവ് പ്രസംഗിക്കുമ്പോൾ നടത്തിയത്. ഇവിടെ നിൽക്കുന്ന ആള് പറയുന്നതല്ല, അവിടെ നിന്ന് പറയുന്നത്. ഇത് മനോരമയാണ്. പ്രതിപക്ഷ നേതാവിന്റെ പ്രസംഗം ആരംഭിക്കുമ്പോൾ തന്നെ കല്ലേറമ്പിന് ആരംഭിച്ചു. നിങ്ങൾ എഴുതിയത് മനോരമയാണെങ്കിൽ പിന്നെ കോൺഗ്രസിന് UDFന്റെ അഭിപ്രായങ്ങളെല്ലാം അതിനകത്ത് വരുമല്ലോ സാധാരണഗതിയിൽ. പിന്നെ എല്ലാ വിഷ്വലുകളും നിങ്ങൾ നോക്കിക്കോളൂ. ഇപ്പോഴത്തെ സൗകര്യം വിഷ്വലുകൾ നമുക്ക് ലഭ്യമാണ്, പഴയ കാലത്തെ പോലെയല്ല. ഇപ്പൊ ബോധപൂർവം ഒരു കലാപം സൃഷ്ടിക്കാൻ ശ്രമിച്ചു. എന്നാൽ ഒരു ലാത്തി ചാർജ് പോലും വേണ്ടി വന്നില്ല എന്ന് കണ്ടോളണം. ജലപീരങ്കിയോടുകൂടി തന്നെ സമരം തീർന്നു. കാരണം ജനങ്ങൾ അംഗീകരിക്കുന്നതല്ല ഈ സമര രീതികൾ. ഒരു പ്രതിപക്ഷ നേതാവ് തുടർച്ചയായി ആക്രമണത്തിന് ആഹ്വാനം നൽകുന്നു. പ്രതിപക്ഷ നേതാവ് പറയുന്നു, ഞാൻ ഇവിടെ വന്ന് പ്രസംഗിക്കുന്നത് നേരത്തെ പ്രവർത്തകരോട് പറഞ്ഞിരുന്നു, കടലാസിന്റെ കഷ്ണം പോലും കയ്യിൽ വെക്കരുത് എന്ന് പറഞ്ഞിരുന്നു. അത് മാറ്റി പറയാനാണ്. പബ്ലിക് ഡൊമൈനിലുള്ളതാണ്, പൊതുമണ്ഡലത്തിലുള്ളതാണ്. പ്രവർത്തകരുടെ കയ്യിൽ എന്താണ് എന്ന് നിശ്ചയിക്കുന്നത് താനാണ് എന്ന് പ്രതിപക്ഷ നേതാവ് ലോകത്തെ സാക്ഷി നിർത്തി പറഞ്ഞു. അപ്പോൾ കഴിഞ്ഞ ദിവസം യൂത്ത് കോൺഗ്രസുകാരുടെ കയ്യിൽ ഇരുമ്പ് വടി കൊടുത്തതാര്? KSUക്കാരുടെ കയ്യിൽ മുളക് പൊടിയും ഇരുമ്പ് ഗോലിയും കൊടുത്തതാര്? ഇന്ന് പരിപാടി പ്രതിഷേധം തുടങ്ങുമ്പോ തന്നെ എറിയാൻ കല്ല് കൊടുത്തതാര്? എന്താണ് പ്രവർത്തകർ കയ്യിൽ കരുതേണ്ടതെന്ന് താനാണ് നിശ്ചയിക്കുന്നതെന്ന് പരസ്യമായി പറഞ്ഞ പ്രതിപക്ഷ നേതാവ് കേരളത്തെ എങ്ങോട്ടാണ് നയിക്കുന്നത്?
ഞങ്ങൾ നേരത്തെ പറഞ്ഞല്ലോ, കക്ഷി രാഷ്ട്രീയത്തിനകത്തും ഇന്നല്ല നവകേരള സദസ്സിൽ സംസാരിച്ചു കൊണ്ടിരുന്നത്. എന്നാൽ നിങ്ങൾ അവന് സങ്കുചിതമായ രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചു. ജനങ്ങൾ അവനെ ഭേദിച്ചു. ഈ ഭേദിച്ചുകൊണ്ടാണ് കേരളത്തിലെ എല്ലാ മണ്ഡലങ്ങളിലും ഒരു മൈതാനത്തിനും ഉൾക്കൊള്ളാൻ കഴിയാത്ത രൂപത്തിൽ 10,000-കണക്കിന് ആളുകൾ നവകേരള സദസ്സിൽ അണിചേർന്നത്. ഒരു മൈതാനത്തിനും ഉൾക്കൊള്ളാൻ കഴിയുമതല്ല നവകേരള സദസ്സിനകത്ത് പങ്കാളിത്തം എന്നുള്ളത്. നവകേരള സദസ്സിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, ഞങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന കാഴ്ചപ്പാട് എന്താണ്? ഒന്ന്, പുതിയ കേരളം എന്തായിരിക്കണം? ആ പുതിയ കേരളം ആർജിച്ചിട്ടുള്ള നേട്ടങ്ങളുടെ ശക്തിപ്പെടുത്തൽ, കേരള മാതൃകയെന്ന് ലോകമെങ്ങാടും അറിയപ്പെടുന്ന ആ മാതൃകയുടെ കുറവുകൾ പരിഹരിച്ചുകൊണ്ട് മുന്നോട്ട് പോകൽ, മതനിരപേക്ഷമായ കേരളം, എല്ലാ വിഭാഗം ജനങ്ങളുടെയും ജീവിത നിലവാരം ഉയർത്താൻ കഴിയുന്ന അടിത്തറയിടുന്ന കേരളം, ഒരു വൈജ്ഞാനികമായ സമൂഹം, അറിവിന് അധിഷ്ഠിതമായ വ്യവസായങ്ങൾക്ക് പ്രാമുഖ്യമുള്ള കേരളം, അറിവിന് അധിഷ്ഠിതമാകുന്ന സമ്പദ്ഘടനയുള്ള കേരളം, അത് ഞങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നു. നമ്മുടെ വിദ്യാഭ്യാസ മേഖലയിൽ ഉണർവിനെ ഇനി കേന്ദ്രീകരിക്കേണ്ടത് ഉന്നത വിദ്യാഭ്യാസ രംഗത്താണ്. ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് കേരളം മുന്നോട്ട് വരണം. ഈ ഗവൺമെന്റിന്റെ ഫോക്കസ് കഴിഞ്ഞ ഗവൺമെന്റ് പൊതുവിദ്യാഭ്യാസത്തിലായിരുന്നുവെങ്കിൽ ഈ ഗവൺമെന്റ് കേന്ദ്രീകരിക്കുന്ന മണ്ഡലങ്ങളിൽ ഒന്ന് ഉന്നത വിദ്യാഭ്യാസ രംഗമാണ്. ഇന്ന് നമുക്ക് അഭിമാനത്തോടു കൂടി പറയാം, കേരളത്തിലെ ഒരു സർവകലാശാല ഇന്ത്യയിൽ ആദ്യമായി സംസ്ഥാന സർവകലാശാലകളിൽ നാക് ഗ്രേഡിംഗിൽ A++ നേടി. കേരള സർവകലാശാല ലോകത്തിൽ ആദ്യത്തെ 500 സർവകലാശാലകളുടെ കൂട്ടത്തിൽ കേരളത്തിൽ ഒരു സർവകലാശാല ഇടം നേടി, MG സർവകലാശാല. കേരളത്തിലെ എല്ലാ സർവകലാശാലകളും റാങ്കിംഗ് മെച്ചപ്പെടുത്താൻ കഴിഞ്ഞു. കഴിഞ്ഞ ദിവസം ടൈംസ് ഓഫ് ഇന്ത്യ, മലയാള പത്രങ്ങളിലൊന്നും കാണാനിടയില്ല, ടൈംസ് ഓഫ് ഇന്ത്യയിൽ വന്നൊരു വാർത്ത, കേരളത്തിലേക്ക് വരുന്ന കുട്ടികളുടെ എണ്ണം. ടൈംസ് ഓഫ് ഇന്ത്യ, this year has gone up significantly the presence of foreign students. The university received application from 1,600 candidates from 45 countries. 45 രാജ്യങ്ങളിൽ നിന്ന് 1,600 വിദ്യാർത്ഥികളുടെ അപേക്ഷ കേരള യൂണിവേഴ്സിറ്റിയിൽ ലഭിച്ചിരിക്കുന്നു. ചിലർ പറഞ്ഞു കേരളത്തിലെ യൂണിവേഴ്സിറ്റി. ടൈംസ് ഓഫ് ഇന്ത്യ കേരള യൂണിവേഴ്സിറ്റിയിൽ മാത്രം. നമ്മുടെ കുട്ടികൾ പുറത്തേക്ക് പോകുന്നുണ്ട്, അവർ പോകുന്ന രീതികളുണ്ട്. അതിവിടെ നേരത്തെ റോഷി മിനിസ്റ്റർ സൂചിപ്പിക്കുകയുണ്ടായല്ലോ. നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്നു. കേരളത്തിൽ നിന്ന് നേരത്തെ കുട്ടികൾ പുറത്തേക്ക് പോകുമ്പോ അവര് കേംബ്രിഡ്ജ്, ഹാർവാർഡ്, അല്ലെങ്കിൽ യേല്, മറ്റ് ഓക്സ്ഫോർഡ് ഇങ്ങനെയുള്ള യൂണിവേഴ്സിറ്റികളാണ് പോയിരുന്നത്. ഇന്ന് നിങ്ങൾ ചോദിക്കും എവിടെ പോകുന്നു? UK പോണു, കാനഡയിൽ പോണു, ഏത് യൂണിവേഴ്സിറ്റി അതവർക്കറിയില്ല. ചെല്ലുമ്പോ തന്നെ പാർട്ട് ടൈം ജോലിയാണ്. അപ്പൊ എന്താണോ അവരെ പുറത്തേക്ക് നയിക്കുന്നത് അതുകൂടി മനസ്സിലാക്കി നമുക്ക് അവിടെ മാറ്റങ്ങൾ വരുത്താൻ കഴിയണം. ആ മാറ്റങ്ങൾക്ക് നേതൃത്വം നൽകാൻ ഗവൺമെന്റ് ശ്രമിക്കുന്നു. നമ്മുടെ കരിക്കുലം മാറ്റുന്നു, പെഡഗോഗി മാറ്റുന്നു. വിദ്യാർത്ഥികൾക്ക് പഠിക്കുമ്പോൾ തന്നെ ജോലി ചെയ്യാൻ കഴിയുന്ന രൂപത്തിൽ ക്യാമ്പസുകളിൽ ഇൻഡസ്ട്രിയൽ പാർക്ക് വരുന്നു. കേരളത്തിലെ സ്റ്റാർട്ടപ്പുകൾ, എല്ലാ യൂണിവേഴ്സിറ്റികൾക്കകത്തും 1000-കണക്കിന് സ്റ്റാർട്ടപ്പുകൾ. ഇന്നത്തെയും ഇന്നലത്തെയും ഒക്കെ പ്രഭാതയോഗങ്ങളിൽ കുട്ടികൾ വരികയാണ്. സ്റ്റാർട്ടപ്പ് സംവിധാനത്തിൽ നമ്മൾ ലോകത്തിലെ തന്നെ ഏറ്റവും മെച്ചപ്പെട്ട സംവിധാനമാണ്. ഒരു പ്രഭാതയോഗത്തിൽ ഓപ്പൺ എന്ന് പറയുന്ന സ്റ്റാർട്ടപ്പിന്റെ ഉടമ അതിനകത്ത് പങ്കെടുത്തു. ഓപ്പൺ 8,000 കോടി ടേൺ ഓവർ ഉള്ള കേരളത്തിൽ നിന്നുള്ള ആദ്യത്തെ യൂണിക്കോൺ സ്റ്റാർട്ടപ്പ്. മറ്റൊരു പ്രഭാതയോഗത്തിൽ ഇന്റർവെൽ എന്ന സ്റ്റാർട്ടപ്പിന്റെ പ്രതിനിധി പങ്കെടുത്തു. സ്കൂൾ വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിൽ ലോകം നോക്കുന്ന പ്രധാനപ്പെട്ട രാജ്യങ്ങളൊന്ന് ഫിൻലാൻഡ്. ആ ഫിൻലാൻഡ് ലോകത്തിൽ നിന്നുള്ള എല്ലാ IT സ്ഥാപനങ്ങളിൽ നിന്നും അപേക്ഷകൾ ക്ഷണിച്ച് അവര് തെരഞ്ഞെടുത്ത ഒരേയൊരു സ്ഥാപനം കേരളത്തിൽ നിന്ന് മലപ്പുറത്ത് 4 കുട്ടികൾ ആരംഭിച്ച ഇന്റർവെൽ. കഴിഞ്ഞ ദിവസം ഇന്ത്യ ഗവൺമെന്റ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ അടിസ്ഥാനപ്പെടുത്തിയ സ്റ്റാർട്ടപ്പുകളുടെ 3 കമ്പനികൾ, അതിലൊന്ന് കേരളത്തിൽ നിന്ന് ജിനോ റോബോട്ടിക്സ്.
നൌഷാദ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ കോഴിക്കോട് മാൻഹോൾ ശുചീകരിക്കുന്നതിനിടയിൽ മരണപ്പെട്ട വാർത്ത നമ്മൾ കണ്ടിരുന്നല്ലോ ഒരു കാലത്ത്. അതിന് അവസാനമുണ്ടാക്കാൻ വേണ്ടി കുട്ടികൾ അവർ റോബോട്ട് ഉണ്ടാക്കി, അതും വാർത്തയായിരുന്നു. ആ കുട്ടികളാണിത്, ഇനോ റോബോട്ടിക്സ്. ആ കുട്ടികൾക്ക് ഇവിടെ നമ്മൾ പരിസരം ഒരുക്കി കൊടുത്തു, അവർക്ക് പിന്തുണ നൽകി. അവർ ഇപ്പോ ഇന്ത്യയിലെ ഏറ്റവും മികച്ച സ്റ്റാർട്ടപ്പ് സംവിധാനമായി മാറുന്നു. ഉന്നത വിദ്യാഭ്യാസ രംഗത്തിനും മാറ്റം വരുത്തണം. എന്നാൽ ചാൻസലർ അതിന് തടസ്സങ്ങൾ സൃഷ്ടിക്കുന്നു. സർവകലാശാലകൾക്ക് വൈസ് ചാൻസലർമാരെ നിയമിക്കുന്നതിന് UGC പറഞ്ഞു 5 അംഗ കമ്മിറ്റി വേണം. ആ കമ്മിറ്റിയിൽ ഒരാൾ UGCയുടെ പ്രതിനിധിയായിരിക്കണം. ഇപ്പോ കേരളത്തിലെ നിയമങ്ങളിൽ 3 അംഗ കമ്മിറ്റിയാണ്. സുപ്രീം കോടതി പറഞ്ഞു എല്ലാ സംസ്ഥാന നിയമങ്ങളും ഇതിനനുസരിച്ച് മാറ്റം വരുത്തണം. ഞങ്ങൾ നിയമസഭ ഒരു നിയമം പാസാക്കി. ആ നിയമം 5 അംഗ കമ്മിറ്റി. അതിൽ ഒരാൾ UGCയുടെ പ്രതിനിധി, മറ്റൊരാൾ ചാൻസലർ പ്രതിനിധി, വേറൊരാൾ സർവകലാശാലയുടെ പ്രതിനിധി, മറ്റൊരാൾ ഹയർ എഡ്യൂക്കേഷൻ കൗൺസിലിന്റെ പ്രതിനിധി. ഇവർ കൂട്ടമായി ഇരുന്ന് കമ്മിറ്റി എന്നതിൽ പ്രവർത്തിച്ച് ഒരു പാനൽ ചാൻസലർക്ക് നൽകണം. ചാൻസലർക്ക് ആ പാനലിൽ നിന്ന് തെരഞ്ഞെടുക്കാം. ഒപ്പിട്ടില്ല, ഒപ്പിടാതെ അടയിരുന്നു. ഞങ്ങൾ ചെന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു പാനല് കമ്മിറ്റി ഭൂരിപക്ഷ പ്രകാരം പറ്റില്ല, ഓരോരുത്തർക്ക് ഓരോ പേര് നൽകാം. അപ്പൊ ഞങ്ങൾ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ UGC പറയേണ്ടത് UGC ഒരു പേര് ചാൻസലർക്ക് അയച്ചാൽ മതി, യൂണിവേഴ്സിറ്റി ഒരു പേര് അയച്ചാൽ മതി. അങ്ങനെയല്ല UGC പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ടാണ് നിയമം ഇങ്ങനെ വന്നത്. ആ നിയമം ഒപ്പിടാൻ തയ്യാറായില്ല. ചാൻസലറായി ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ പ്രാഗൽഭ്യമുള്ള അനുഭവ സമ്പത്തുള്ള വ്യക്തി ആയിരിക്കണമെന്ന് നിയമസഭ തീരുമാനിച്ചു. അത് ഒപ്പിട്ടില്ല. ഒപ്പിടാതിരുന്നപ്പോ ഗവൺമെന്റ് സുപ്രീം കോടതിയെ സമീപിച്ചു. സുപ്രീം കോടതിയെ സമീപിച്ചപ്പോ ഈ ബില്ലുകൾ രാഷ്ട്രപതിക്ക് അയച്ചു. രാഷ്ട്രപതി അതിന്മേൽ തീരുമാനമെടുക്കണം. ആ തീരുമാനമെടുക്കുന്നത് വരെ ചാൻസലർ എന്ന രൂപത്തിലുള്ള അധികാരം വിനിയോഗിക്കാതിരിക്കൽ പ്രാഥമികമായ മര്യാദയാണ്. നിങ്ങൾ രാഷ്ട്രപതി അംഗീകരിക്കുന്നു, പരസ്യമായി പറഞ്ഞിട്ടുണ്ട്. രാഷ്ട്രപതിക്ക് നിങ്ങൾ ഒരു ബില്ല് അയക്കുന്നു. ആ ബില്ലിൽ രാഷ്ട്രപതിയുടെ തീരുമാനം വരണം. വരുന്നതിന് മുൻപ് ചാൻസലർ എന്ന നിലയിൽ നിങ്ങൾക്ക് അധികാരം വിനിയോഗിക്കാൻ കഴിയില്ല. പക്ഷേ ഇപ്പോ ഉന്നത വിദ്യാഭ്യാസത്തെ അട്ടിമറിക്കാൻ നിലപാട് സ്വീകരിക്കുന്നു. മറ്റ് വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. ഉന്നത വിദ്യാഭ്യാസത്തെ ശക്തിപ്പെടുത്താൻ സർക്കാർ ശ്രമിക്കുമ്പോൾ ഇത്തരം ചില വിഘാതങ്ങളുണ്ട് എന്നത് ജനങ്ങളോട് ഞങ്ങൾ തുറന്നു പറയുന്നു. ഇപ്പൊ സാമൂഹ്യക്ഷേമ പെൻഷൻ ഇന്നലെ കോടതി പറഞ്ഞില്ലേ, എന്താ ഇവർക്ക് കൊടുക്കാത്തത്? അപ്പോ ചാരിറ്റി വേണ്ട എന്ന് പറഞ്ഞതിന് ബിഗ് സല്യൂട്ട് എന്ന് കോടതി പറഞ്ഞു. ഞാൻ നോക്കുമ്പോൾ വിഷ്വലിൽ അപ്പൊ തന്നെ ഈ കഥാപാത്രം ഒരു ചട്ടിയുമായി നടക്കുന്നു, അതിലേക്ക് പൈസ ആളുകൾ ഇടുന്നു, ആ പൈസയുമായിട്ട് അവർ പോകുന്നുണ്ട്. അത് ചാരിറ്റിയുടെ പൈസയാണോ രാഷ്ട്രീയത്തിന്റെ പൈസയാണോ? കോടതി പറയുന്നു ചാരിറ്റി അല്ല, ഇതിന് ബിഗ് സല്യൂട്ട്. രാഷ്ട്രീയമുണ്ട് എന്ന് അവർ പറഞ്ഞത് അത് നിങ്ങൾ ഗവൺമെന്റ് പറഞ്ഞത് ശരിയായില്ല. അപ്പൊ ഇവരുടെ പൈസ വന്നത് അവിടെയും ഗൗരവമായ പ്രശ്നമുണ്ട്. 600 രൂപയുണ്ടായിരുന്ന കാലത്ത് പോലും പെൻഷൻ കൊടുക്കാതിരുന്നു. 2011 മുതൽ 16 വരെയുള്ള കാലം ആ പെൻഷൻ ഞങ്ങൾ 1600 വർദ്ധിപ്പിച്ചു. 7.5 വർഷം 56,700 കോടി രൂപ പെൻഷൻ നൽകാൻ കേരളം ചെലവഴിച്ചു. 2011-16 5 വർഷം അന്നത്തെ ഗവൺമെന്റ് 35 ലക്ഷം പേർക്ക് 600 രൂപ പെൻഷൻ, 9,100 കോടി രൂപ. കോടതി പറഞ്ഞിട്ടല്ല ഞങ്ങൾ 1,600 ആക്കിയത്. നിയമത്തെ വ്യാഖ്യാനിക്കാൻ കോടതിക്ക്, സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ ആണെങ്കിൽ കൊടുക്കണമെന്ന് പറയാൻ കോടതിക്ക്, നിയമമായ കാര്യങ്ങളിൽ ഇന്നത് ചെയ്യണം എന്ന് കോടതിക്ക് പറയാൻ കഴിയില്ല. അത് വിധി ഞാൻ നോക്കി, വിധി പറഞ്ഞിട്ടുണ്ട് സ്റ്റാറ്റ്യൂട്ടറി ആയതുകൊണ്ട് ഞങ്ങൾക്ക് നിർബന്ധിക്കാൻ പറ്റില്ല. അവിടെ നിൽക്കുന്നില്ല. ഞങ്ങളുടെ കാഴ്ചപ്പാട് നവകേരളം ഈ 1,600 കൃത്യമായി കൊടുക്കാൻ കഴിയണം. അതിന് ഞങ്ങൾ പെൻഷൻ കമ്പനി രൂപീകരിച്ചു. ആ പെൻഷൻ കമ്പനി വായ്പ വാങ്ങുന്നു. ആ വായ്പ ഗവൺമെന്റ് തിരിച്ചടയ്ക്കും. എല്ലാ മാസവും പെൻഷൻ കൃത്യമായി നൽകണം.
5 വായ്പകൾക്ക് വേണ്ടി പെൻഷൻ കമ്പനി. ആ പെൻഷൻ കമ്പനി എടുക്കുന്ന വായ്പ സംസ്ഥാനത്തിന്റെ വായ്പയിൽ പെടുത്തി കേന്ദ്രം തടസ്സം സൃഷ്ടിച്ചു. ഞങ്ങൾ അവര് സുപ്രീം കോടതിയിൽ ചോദ്യം ചെയ്യുന്നു. ഇന്ത്യൻ ഭരണഘടന സംസ്ഥാനങ്ങളും കേന്ദ്രവും തമ്മിലുള്ള തർക്കങ്ങളിൽ സുപ്രീം കോടതിയെ സമീപിക്കാം. സുപ്രീം കോടതിയിൽ ഞങ്ങൾ സമീപിച്ച കാര്യങ്ങളിൽ ഒന്ന്, സാധാരണക്കാർക്ക് കൃത്യമായി പെൻഷൻ നൽകാനുള്ള പെൻഷൻ കമ്പനി എടുക്കുന്ന വായ്പ സംസ്ഥാനത്തിന്റെ വായ്പയിൽ പെടുത്താൻ പാടില്ല എന്നുള്ളതാണ്. സുപ്രീം കോടതി പരിഗണിക്കുന്ന കാര്യത്തിൽ ഹൈക്കോടതി പരാമർശങ്ങൾ ഉണ്ടാകാൻ പാടില്ല. സുപ്രീം കോടതി പറയണം ഈ പെൻഷൻ ഫണ്ട് വാങ്ങിക്കുന്നത് ശരിയോ തെറ്റോ. ആ തീരുമാനം വരുന്നത് വരെ അതുമായി ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങളിൽ സുപ്രീം കോടതിക്ക് കീഴിൽ ഹൈക്കോടതി നിലപാട് സ്വീകരിക്കാൻ പാടില്ല. ഇവിടെ ഹൈക്കോടതി ഇനി ഒടുവിലത്തെ വിധി വരാൻ പോകുന്നേയുള്ളൂ. ഇവിടെ ഗവൺമെന്റ് 1600 അല്ല, ഞങ്ങളുടെ കാഴ്ചപ്പാട് 2500 രൂപ നൽകണം. ഞങ്ങളുടെ കാഴ്ചപ്പാട് എല്ലാ മാസവും 1-ാം തീയതി നൽകണം. ഓർമ്മയില്ലേ 2011-16 ബാങ്കിന്റെ മുൻപിൽ ക്യൂ നിന്ന് പണം വന്നില്ല എന്ന് തിരിച്ചറിഞ്ഞ് ദുഃഖിതരായി തിരിച്ചു പോകേണ്ടി വന്ന വാർദ്ധക്യത്തിന്റെ അനുഭവങ്ങൾ ഈ ഗവൺമെന്റ് വന്നു. കഴിഞ്ഞ ഗവൺമെന്റ് തന്നെ മാറ്റം വരുത്തി. ഈ പ്രായമുള്ളവരുടെ വീട്ടിൽ കൊണ്ടു കൊടുക്കുകയാണ് ക്ഷേമ പെൻഷൻ. ഒരു കോടതിയും പറഞ്ഞിട്ടില്ല. ഞങ്ങളുടെ നിലപാടാണ്, ഇടതുപക്ഷ നിലപാടാണ്, ഗവൺമെന്റിന്റെ നിലപാടാണ്. ഞങ്ങൾ 2500 കൊടുക്കണമെന്ന് തന്നെ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. എന്തുകൊണ്ട് കൊടുക്കാൻ പറ്റുമില്ല? നിങ്ങൾ കേന്ദ്ര ഗവൺമെന്റ് ഞങ്ങൾക്ക് നൽകേണ്ട പണം നൽകുമില്ല. ഞങ്ങൾ എന്ന് പറഞ്ഞാൽ ഇടതുപക്ഷം മാത്രമല്ല, ഞങ്ങൾ എന്ന് പറഞ്ഞാൽ CPIM മാത്രമല്ല, ഞങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ തിങ്ങിക്കൂടുന്ന ജനങ്ങൾ മാത്രമല്ല, ഞങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മളാണ്, മുഴുവൻ മലയാളികളുമാണ്. ആ മുഴുവൻ മലയാളിക്കും അർഹമായത് നൽകണമെങ്കിൽ കേരളത്തിന് അർഹമായത് ലഭിക്കണം. നിങ്ങൾ റിസർവ് ബാങ്കിന്റെ ഏറ്റവും ഒടുവിലത്തെ റിപ്പോർട്ട് നോക്കൂ. ആ റിപ്പോർട്ടിൽ ഓരോ സംസ്ഥാനങ്ങളെയും വിലയിരുത്തുന്നുണ്ട്. കേരളത്തിന്റെ ആഭ്യന്തര നികുതി വരുമാനം മൊത്തം വരുമാനത്തിന്റെ 78%, 78.7. 100 രൂപ കേരളത്തിന് മൊത്തം വരുമ്പോ നമ്മുടെ സ്വന്തം വരുമാനം 78.7. കേന്ദ്രം നൽകുന്നത് 21.3% മാത്രം. കേന്ദ്രം നൽകുന്നത് അച്ചടിച്ച് നൽകുന്നതല്ല, ഇവിടെ നിന്ന് കൊണ്ടുപോകുന്നതിന്റെ വിഹിതമാണ്. ആ വിഹിതം ഇപ്പോൾ 21.3. നേരത്തെ ഇത് 48 ആയിരുന്നു. ഇത് 21.3 ചുരുങ്ങി. കഴിഞ്ഞ വർഷത്തെ മാത്രം 56,700 കോടി രൂപ നമുക്ക് ലഭിക്കേണ്ടത് വെട്ടിക്കുറച്ചു. നമ്മൾ ചെലവഴിച്ച കേന്ദ്ര പദ്ധതികളുടെ 5,600 കോടി രൂപ നിഷേധിച്ചു. ഇവ രണ്ടും കൂടുമ്പോ 62,000 കോടി. ഞങ്ങൾ കൃത്യമായി പെൻഷൻ കൊടുക്കണമെന്ന് പറയുന്ന ആളുകൾ, നിങ്ങളുടെ ആഘോഷങ്ങളെ കുറിച്ച് പറയുന്ന ആളുകൾ, അവര് പറയണം ഈ 68,700 കോടി നിങ്ങൾ കേരളത്തിന് കൊടുക്കൂ. അങ്ങനെ കൊടുത്താൽ 1,600 അല്ല 2,500 രൂപ പെൻഷൻ എല്ലാ മാസവും നൽകാൻ ഉച്ചാശക്തിയുള്ള സർക്കാരാണ് കേരളം ഭരിക്കുന്നത്. ഞങ്ങൾക്ക് അങ്ങനെ നൽകിയാൽ കേരളത്തിലെ എല്ലാ മനുഷ്യർക്കും വീട് നൽകും. ഞങ്ങൾ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഒരു വീടിന് 4 ലക്ഷം രൂപ നൽകുന്ന സർക്കാരാണ് കേരളം ഭരിക്കുന്നത്. നിങ്ങൾ 72,000 നൽകുന്നു കേന്ദ്രം, ഞങ്ങൾ 4 ലക്ഷം നൽകുന്നു. ആദിവാസികൾക്ക് വനത്തിൽ താമസിക്കുന്ന സാഹചര്യം പരിഗണിച്ച് ഞങ്ങൾ 6 ലക്ഷം നൽകുന്നു. നിങ്ങൾ ഈ 72,000 നൽകുന്നവർ നിങ്ങളുടെ പടം വെക്കണമെന്ന് പറയുന്നു. 4 ലക്ഷം നൽകുമ്പോൾ ഞങ്ങൾ പറയുന്നു ഞങ്ങളുടെ ആരുടെയും പടം വെക്കരുത്. കാരണം ഇത് ഞങ്ങളുടെ കയ്യിൽ നിന്നുള്ള പണമല്ല, ജനങ്ങളുടെ പണമാണ്, ഔദാര്യമല്ല, അവകാശമാണ്. അതാണ് ഇടതുപക്ഷ കാഴ്ചപ്പാട്. നിങ്ങൾ കേന്ദ്രം ഞങ്ങൾക്ക് നൽകാനുള്ള പണം നൽകൂ. എല്ലാ മനുഷ്യരും അടച്ചുറപ്പുള്ള വീടുകളിൽ താമസിക്കും. നിങ്ങൾ ഞങ്ങൾക്ക് നൽകാനുള്ള പണം നൽകൂ. കേരളത്തിന്റെ പശ്ചാത്തല സൗകര്യം അതിവേഗത്തിൽ വികസിക്കും. നിങ്ങൾ ഞങ്ങൾക്ക് നൽകാനുള്ള പണം നൽകൂ. എല്ലാ ക്ഷേമകാര്യങ്ങളും കൃത്യമായി നൽകാൻ കഴിയും. അത് കേരളത്തിന്റെ വികാരമാണ്. നവകേരള സദസ്സ് ഈ വികാരം ഉയർത്തിപ്പിടിക്കുന്നു. 136 മണ്ഡലങ്ങളിൽ മനുഷ്യർ കക്ഷി രാഷ്ട്രീയത്തിന്റെ അതിർവരമ്പുകൾക്ക് അതീതമായി
ജാതിമത ചിന്തകളുടെ അതിർവരമ്പുകൾക്ക് അതീതമായി ഒരേ ശരീരമായി ഉയർന്നു നിന്നുകൊണ്ട് സങ്കുചിതമായ കക്ഷി രാഷ്ട്രീയത്തിന്റെയും വ്യക്തി താല്പര്യങ്ങളുടെയും നിലപാടുകൾ സ്വീകരിക്കുന്ന ഒരു ചുരുങ്ങിപ്പോയ പ്രതിപക്ഷത്തെ ഒഴിവാക്കി കഴിഞ്ഞാൽ ഒരേ രൂപത്തിൽ കേരളം പറയുന്നു, നമുക്ക് നൽകാനുള്ളത് നൽകിയേ മതിയാകൂ. അതുകൊണ്ട് നവകേരള സദസ്സ് ഈ കാഴ്ചപ്പാട് മുന്നോട്ട് വയ്ക്കുന്നു. ഇതിനോടൊപ്പം ജനങ്ങളാകെ അണിചേരുന്നു. ഈ സർക്കാർ, ഈ മന്ത്രിസഭ, നിങ്ങൾ തെരഞ്ഞെടുത്ത മന്ത്രിസഭ ജനങ്ങളിൽ നിന്ന് കൂടുതൽ ഊർജം സംഭരിക്കുന്നു. ഞങ്ങൾ വടക്ക് നിന്ന് ഇങ്ങോട്ടെത്തുമ്പോ വടക്കോട്ട് പോയവരായിട്ടല്ല ഞങ്ങൾ വരുന്നത്. ഞങ്ങളുടെ സിരകളിൽ കുറെ കൂടി ഊർജം വന്നിരിക്കുന്നു. ഞങ്ങളുടെ ചിന്തകൾക്ക് കുറെ കൂടി വെളിച്ചം വന്നിരിക്കുന്നു. ഞങ്ങൾക്ക് കുറെ കൂടി നിശ്ചയദാർഢ്യത്തിന്റെ കരുത്തുണ്ടായിരിക്കുന്നു. ആ കരുത്ത് ഞങ്ങൾ സംശീകരിച്ചത് ഈ നാട്ടിലെ ജനങ്ങളിൽ നിന്നാണ്. ആ കരുത്തുമായി നവകേരള നിർമ്മിതിയിൽ ഈ ഗവൺമെന്റ് മുന്നോട്ട് പോകുമ്പോ നമുക്കൊന്നിച്ച് ഈ കേരളത്തെ കുറെ കൂടി ഔന്നത്യത്തിലേക്ക് ലോകത്തിന്റെ ഏത് വികസിത രാജ്യവുമായി കിടപിടിക്കാവുന്ന മികവുള്ള കേരളമാക്കി മാറ്റാം. അതിന് നിങ്ങൾ എല്ലാവരും ഒപ്പമുണ്ടാകണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഇവിടെ ഒത്തുചേർന്നിരിക്കുന്ന മുഴുവൻ ആളുകളെയും മന്ത്രിസഭയ്ക്ക് വേണ്ടി അഭിവാദം ചെയ്തുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.